അശ്വതി, സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ അല്ലെ സ്വാതന്ത്ര്യദിനാഘോഷം ഇങ്ങനെ വിപുലമായി പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് സംസ്ഥാനത്തിന്റെ ആ ഒരു ആഘോഷ പരിപാടി കൂടി പരിശോധിക്കാം അല്ലെ. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെങ്ങും ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോയാലോ. ഇപ്പോൾ കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയുണ്ട്, എറണാകുളത്തു നിന്നും മിഥുൻ അയ്യപ്പനുണ്ട്, പാലക്കാട് നിന്നും അരുൺ ആലത്തൂരുണ്ട്, മലപ്പുറത്ത് ശിവദാസ് കന്മനം, കോട്ടയത്ത് മിഥുൻ മുരളിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? എറണാകുളത്തേക്ക് പോകാം അല്ലെ. അവിടെ മിഥുൻ അയ്യപ്പൻ തയ്യാറാണ് എന്നുള്ളത് തോന്നുന്നു. മിഥുൻ, എങ്ങനെയാണ് നമ്മുടെ എറണാകുളത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ പുരോഗമിക്കുന്നത്? എന്തൊക്കെ നടപടികളാണുള്ളത്? എന്തൊക്കെ ചടങ്ങുകളാണ് ഇതിനോടകം കഴിഞ്ഞത്? ഇപ്പോൾ എന്താണ് ദൃശ്യങ്ങളിൽ കാണുന്നത്? എറണാകുളം കളക്ടറേറ്റ് പരേഡ് ഗ്രൗണ്ടിലാണ് ജില്ലയിലെ ഔദ്യോഗിക സ്വാതന്ത്ര്യദിനാഘോഷം നടന്നത്. ഇപ്പോൾ പതാക ഉയർത്തിയതിനു ശേഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. പരേഡിനെ അഭിവാദ്യം ചെയ്തതും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സ്വാതന്ത്ര്യ സന്ദേശം നൽകുകയാണ്. സേനാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷം പുരോഗമിക്കുകയാണ്. ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ചരിത്ര നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. എന്തായാലും 15,000 കേന്ദ്രങ്ങളിലായി ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനാഘോഷം പുരോഗമിക്കുകയാണ്. എന്തായാലും കൊച്ചിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അല്ലെ. ചെങ്കോട്ടയിൽ ദേശീയ പതാക പ്രധാനമന്ത്രി ഉയർത്തിയിരുന്നു. അതിനൊപ്പം തന്നെ വന്ദേമാതരം ചെങ്കോട്ടയിൽ ആദ്യമായി പൂർണ്ണ രൂപത്തിൽ മുഴങ്ങി കേട്ടു എന്നുള്ളതാണ്. എന്തായാലും നമ്മളും വളരെ ആഘോഷപൂർവ്വം തന്നെ നമ്മുടെ 80ാമത് സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റു അല്ലെ അശ്വതി? തീർച്ചയായും രാഗി, ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം തന്നെ യുവശക്തിക്ക് വേണ്ടിയാണ്. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ യുവശക്തി വിചാരിക്കണമെന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നത്. അതായത് യുവശക്തിയിലാണ് നമ്മുടെ രാഷ്ട്ര നിർമ്മാണം വളരെ സുരക്ഷിതമായി ഇരിക്കുന്നത് അല്ലെ. അപ്പോൾ അവരാണ് നമ്മുടെ സൂപ്പർ പവർ എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു എന്നുള്ളതാണ്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ എന്തൊക്കെ ഉറപ്പുകളാണോ നൽകിയത്, ഇന്ന് 2026 ആകുമ്പോൾ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അതെല്ലാം അർത്ഥവത്താക്കിയിരിക്കുകയാണ്. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് വികസനത്തിന്റെ ത്രിവർണ്ണ പതാക പാറുകയാണ്. നമ്മുടെ പ്രതിരോധ ഉൽപാദന രംഗം വൻതോതിൽ വളർന്നു. ആധുനിക സിവിൽ ഡിഫൻസ് രംഗത്ത് സൈബർ നെറ്റ്വർക്ക് തയ്യാറാക്കാം. ഒപ്പം ആ സിവിൽ ഡിഫൻസ് രംഗത്ത് ആധുനികവൽക്കരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിനാണ് നാരി ശക്തി അധിനിയം നിയമം പാസാക്കിയത്.